ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും പലതരത്തിൽ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ സൈഡ് ഡിഷായും അതുപോലെ തന്നെ സ്റ്റാർട്ടറായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അത് തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇത് ഹാഫ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. നല്ലോണം വെന്തൊടയേണ്ട കാര്യമില്ല, എന്നാൽ വേഗവും ചെയ്യണം. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഓരോ പൊട്ടറ്റോയിലും ഈ ഫ്ലോറെല്ലാം നല്ലവണ്ണം കോട്ടായിരിക്കണം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. അതിലേക്ക് ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഒരുപാട് ഓയിലുണ്ട്, അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തത്, പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതായത് നല്ല ജീരകം, cumin സീഡ്സ് പൊടിച്ചത്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം.
എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റി ആ പച്ചച്ചൊവയൊക്കെ മാറണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്കാക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണം. അധികം പുളിയുള്ള തൈര് ഇതിന് നല്ലതല്ല, അപ്പോൾ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി ആ പച്ചച്ചൊവയൊക്കെ മാറി ഒന്ന് കുറുകണം. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി ആ ഗ്രേവിയൊക്കെ പൊട്ടറ്റോയിലൊക്കെ നല്ലവണ്ണം പിടിക്കണം. ഇപ്പോൾ നല്ലവണ്ണം പിടിച്ചു വന്നിട്ടുണ്ട്. ഉപ്പുമൊക്കെ ഈ സമയത്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഒക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലവണ്ണം പൊട്ടറ്റോയിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഒന്ന് തൂകി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് സൈഡ് ഡിഷായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ചപ്പാത്തിക്ക് കൂട്ടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട്